2025 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. യുദ്ധങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രളയങ്ങളും ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നമുക്ക്. ഇനി വരാൻ പോകുന്നത് 2026 മേടൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. ഇവർക്ക് 7ര ശനിയുണ്ട്. 11ൽ രാഹു ഉള്ളത് കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചമുള്ള സമയമാണിപ്പോൾ. ഈ നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ ബാല്യകാലത്തുള്ളൊരു കുട്ടി ജനിച്ച കുട്ടി അശ്വതി നക്ഷത്രമാണെന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് പറഞ്ഞ ഫലങ്ങളൊന്നും ഭരിക്കില്ല. കാരണം അത് കേതുദശയിലാണ് ജനനം. അപ്പോൾ കേതുദശയിൽ എന്ന് പറയുമ്പോൾ ബാലാരിഷ്ടകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുകയാണ് ദേഹം ബാലാരിഷ്ടത കൊണ്ട് മാതാപിതാക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. കാരണം 3ലാണ് വ്യാഴം നിൽക്കുന്നത്, പിന്നെ 12ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഗുണമായാലും ദോഷമായാലും മാതാപിതാക്കൾക്കാണ് ഫലമായി വരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് അശ്വതി നക്ഷത്രം ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്ന കേതുദശയിലായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ ആ കേതുദശയിൽ ജനിക്കുന്ന കുഞ്ഞിന് കേതു എന്ന് പറയുമ്പോൾ എന്വിടെ നിന്നാലും കാരണങ്ങളിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ബാലാരിഷ്ടം ഉണ്ടായിരിക്കാം. ആ കുട്ടിയുടെ 28 കഴിയുമ്പോൾ ശിവക്ഷേത്രത്തിൽ കർഗഹോമം ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നതാണ്. അശ്വതി നക്ഷത്രം ഒരു മധ്യവയസ്സാകുമ്പോഴാണെങ്കിലോ മധ്യവയസ്സാകുമ്പോഴേക്കും ശുക്രനൊക്കെ കഴിഞ്ഞു, ആദിത്യനും ശനിയും കഴിഞ്ഞു, രാഹുദശ ഉണ്ടാവും. ആ രാഹുദശയൊക്കെ വരുമ്പോഴാണ് ആ സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ, കാലുവേദന, കൈവേദന. നമസ്കാരം. ഇപ്പോൾ പുതിയ വർഷം വരാൻ പോവുകയാണ്. 2025 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം അതിൻ്റെ 9ആയിരുന്നു, ചൊവ്വയായിരുന്നു അതിൻ്റെ അധിപതിയായി വന്നത്. യുദ്ധങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രളയങ്ങളും ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നമുക്ക്. ഇനി വരാൻ പോകുന്നത് 2026 2 2 4 6 10 1 1 സൂര്യൻ. അപ്പോൾ ഒരു പ്രൗഢിയുടെ ഒരു വർഷമാണ് നമുക്ക് വരാൻ പോകുന്നത്. അഭിവൃദ്ധിയും പ്രൗഢിയും ഒക്കെ ഉള്ളൊരു വർഷമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഈ വർഷത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം മേടൻ രാശിയാണ്. മേടൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. ഇവർക്ക് 7ര ശനിയുണ്ട്. 11ൽ രാഹു ഉള്ളത് കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചമുള്ള സമയമാണിപ്പോൾ. വ്യാഴം 3ലായതുകൊണ്ട് മെയ് മാസം വരെ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ മെയ് മാസം കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്. അവരുടെ ആഗ്രഹപൂർത്തികൾ, ഗൃഹനിർമ്മാണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. പക്ഷേ അശ്വതി നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അശ്വതി നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ അശ്വതി പല രീതിയിലുണ്ട്. കാരണം ഇപ്പോൾ ജനിച്ച കുട്ടികളുണ്ടാവും, മധ്യവയസ്സുണ്ടാവും, പ്രായമായവരുണ്ടാവും, വയസ്സായവരുണ്ടാവും. ഈ നക്ഷത്രത്തിൽപ്പെട്ട പല ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ ബാല്യകാലത്തുള്ളൊരു കുട്ടി ജനിച്ച കുട്ടി അശ്വതി നക്ഷത്രമാണെന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് പറഞ്ഞ ഫലങ്ങളൊന്നും ഭരിക്കില്ല. കാരണം അത് കേതുദശയിലാണ് ജനനം. അപ്പോൾ കേതുദശയിൽ എന്ന് പറയുമ്പോൾ ബാലാരിഷ്ടകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുകയാണ് ദേഹം ഗോചരാൾ നല്ലതാണ്, 11ൽ രാഹുവാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ കുട്ടികൾക്ക് ബാലാരിഷ്ടകളൊക്കെ ഉണ്ടാവും. കേതുദശയിലാണ് ജനനം ഉണ്ടാവുക. ഈ കേതു എവിടെ നിൽക്കുന്നോ ആ സ്ഥാനത്തിൻ്റെ ഇതുപോലെ ഇരിക്കും അവരുടെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളൊക്കെ. അപ്പോൾ ഒരു അശ്വതി നക്ഷത്രത്തിൽ കുഞ്ഞ് ജനിച്ചാൽ 28 കഴിയുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പേരിൽ കർഗഹോമം ചെയ്യാം ശിവക്ഷേത്രത്തിൽ. കാരണം ബാലാരിഷ്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാലാരിഷ്ടത കൊണ്ട് മാതാപിതാക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. കാരണം 3ലാണ് വ്യാഴം നിൽക്കുന്നത്, പിന്നെ 12ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഗുണമായാലും ദോഷമായാലും മാതാപിതാക്കൾക്കാണ് ഫലമായി വരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് അശ്വതി നക്ഷത്രം ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്ന കേതുദശയിലായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ ആ കേതുദശയിൽ ജനിക്കുന്ന കുഞ്ഞിന് കേതു എന്ന് പറയുമ്പോൾ എന്വിടെ നിന്നാലും കാരണങ്ങളിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ബാലാരിഷ്ടം ഉണ്ടായിരിക്കാം. ആ കുട്ടിയുടെ 28 കഴിയുമ്പോൾ ശിവക്ഷേത്രത്തിൽ കർഗഹോമം ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നതാണ്. അത് അശ്വതി നക്ഷത്രം ഇപ്പോൾ ഒരു 10 വയസ്സൊക്കെ ആണെങ്കിലോ ശുക്രദശയായിരിക്കും ആ കുട്ടിക്ക്. അപ്പോൾ ശുക്രദശയൊക്കെ ആകുമ്പോൾ ആ കുട്ടി നല്ല പഠിക്കാനും ഒക്കെ ശുക്രൻ എവിടെ നിൽക്കുന്നാലും നല്ലതാണ്. അപ്പോൾ ശുക്രദശയുടെ പഠിക്കാനും എടുക്കലായിരിക്കും, നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ കുട്ടിയോട് ഈ കുഞ്ഞിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അശ്വതി നക്ഷത്രം ഒരു മധ്യവയസ്സാകുമ്പോഴാണെങ്കിലോ മധ്യവയസ്സാകുമ്പോഴേക്കും ശുക്രനൊക്കെ കഴിഞ്ഞു, ആദിത്യനും ശനിയും കഴിഞ്ഞു, രാഹുദശ ഉണ്ടാവും. ആ രാഹുദശയൊക്കെ വരുമ്പോഴാണ് ആ സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ, കാലുവേദന, കൈവേദന. രാഹു എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. രാഹു നീചരാശിയാണ് നിൽക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും അങ്ങനെ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നമ്മുടെ ദശാപഹാര ചിത്രങ്ങൾ നോക്കി വേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ. അത് ഗോചരഫലം മാത്രം നോക്കി ഒരാൾക്ക് നന്മ തിന്മ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഗോചരാൽ ഫലം എന്ന് പറയുമ്പോൾ അതായത് വ്യാഴ മാറ്റമോ ശനി മാറ്റമോ രാഹു മാറ്റമോ ഇതൊക്കെ പറയുന്നത് മൊത്തത്തിലാണ് പറയുന്നത്. ഇത് ഓരോരുത്തരും ജനിച്ച സമയവും ജനിച്ച രാശിയും ഉദയലഗ്നം ഏതാണ് ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏത് രാശിയിലാണ് അവരുടെ ദശാപഹാര ചിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അതാത് പരിഹാരങ്ങൾ ചെയ്താൽ
ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൃത്യുഞ്ജി ഹോമം ചെയ്യുക. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവും. രാഹുദശ എന്ന് പറഞ്ഞാൽ രാഹുദശ പോണ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൃത്യുഞ്ജി ഹോമം ചെയ്യുക. അപ്പോൾ രാഹുദശയിലെ ഓരോ അപഹാരങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാഹുദശ വരുമ്പോൾ സർപ്പബലി എന്നൊരു വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഹുദശയിൽ ചന്ദ്രൻ്റെ അപഹാരം വരും. അത് മാതാവിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജി ഹോമം ചെയ്യുക ശിവക്ഷേത്രത്തിൽ. രാഹുദശയിൽ ആദ്യത്തെ ദശ വരികയാണെങ്കിലോ അത് പിതാവിന് ദോഷമായിരിക്കും. പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജി ഹോമം ചെയ്യാം. രാഹുദശയിൽ ചൊവ്വ വരികയാണെങ്കിലോ സഹോദരനോ തനിക്കോ ബുദ്ധിമുട്ട് വരും. അപ്പോൾ രണ്ടുപേരുടെ പേരിലും മൃത്യുഞ്ജി ഹോമം ചെയ്യാം. മഹാദേവനെ പ്രാർത്ഥിച്ച ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കിയാൽ അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും. ഇപ്പോൾ അടുത്തതായിട്ട് വരുന്നതാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഭരണി നക്ഷത്രത്തിലെന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ ശുക്രദശ നല്ലതായിരിക്കും. ശുക്രദശ അപ്പോൾ വലിയ ബാലാരിഷ്ടതാവില്ല, വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ദശ, പിന്നെ അങ്ങനെ ചന്ദ്രദശ, അങ്ങനെ ഓരോ ദശകളും വരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഭാഗ്യാവധി പറയുന്നത് നിർഭാഗ്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ കാലകാലങ്ങൾ പറയുകയോ ദശാപഹാര ചിത്രങ്ങളും കുഞ്ഞിൻ്റെ ആയുസ്സും സമയവും ഈ വ്യക്തിയുടെ എത്ര പ്രായമുണ്ടെന്ന് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. പ്രായമനുസരിച്ചാണ് നമ്മൾ പ്രവചനങ്ങൾ പറയേണ്ടത്. അല്ലാതെ നമുക്ക് ഒറ്റയടിക്കൊന്നും പറയാൻ ശരിയാവില്ല. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുക. കാർത്തിക നക്ഷത്രം ആദ്യത്തെ ദശയിൽ ജനിക്കണം. കാർത്തിക ഉത്രാട നക്ഷത്രക്കാർ ജനിക്കുമ്പോൾ പിതാവിന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. കാർത്തിക അത് തുലാമാസത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും കൂടുതലായിരിക്കും. അപ്പോൾ കാർത്തിക ഉത്രാട ഈ നക്ഷത്രങ്ങളെ വരുമ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ ദശയിൽ ജനനം. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അക്ഷരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം? പിതാവിൻ്റെ പേരിൽ ആ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകമൊക്കെ ചെയ്താൽ മതി. പിതാവിൻ്റെ പേരിൽ ശംഖാഭിഷേകം ചെയ്താൽ ഈ ബുദ്ധിമുട്ട് മാറും. കാർത്തിക നക്ഷത്രമായാലും ഇപ്പോൾ ജനിക്കുന്ന ആ കുട്ടി ജനിക്കും, പിന്നെ ഒരു പ്രായമാകുമ്പോൾ വ്യത്യാസങ്ങൾ വരും. അത് ദശാപഹാരങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഗോചരഫലങ്ങൾ പറയാനായിട്ട്. കാർത്തിക നക്ഷത്രത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം രാഹു 11-ലാണ്. അതിൻ്റെ ലാഭങ്ങളൊക്കെ ഉണ്ടാവും, ധനലാഭമൊക്കെ ഉണ്ടാവും. പക്ഷെ 12-ൽ നിൽക്കുന്നത് ശനിയാണ്. അപ്പോൾ 7 ശനിയുടെ നടുഭാഗമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 7 ശനിയുടെ നടുഭാഗമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, കേസുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കുക, മഹാദേവനെ ഉപാസിക്കുക, മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നമഃശിവായ ജപിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ വരും. അതുപോലെ പിറന്നാൾ ദിവസം നക്ഷത്രം വരുമ്പോൾ ഭഗവാന് മഹാദേവന് തേൻ ധാര കഴിക്കുക, എണ്ണ കൊണ്ട് ധാര കഴിക്കുക, എല്ലാ ശനിയാഴ്ചയും ശംഖാഭിഷേകം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുകൾക്ക് കുറവുണ്ടാകും. അടുത്ത നക്ഷത്രമാണ് രണ്ടാമത്തെ കൂറാണ് ഇടവക്കൂറ്. ഇടവം രാശി എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർത്തിക അവസാനം, രോഹിണി, മകീരം ആദ്യം ഈ നക്ഷത്രങ്ങളാണ് വന്നിരിക്കുന്നത്. കാർത്തിക അവസാനം എന്ന് പറയുമ്പോൾ കാർത്തികയ്ക്കും ഈ പറഞ്ഞ മാതിരി തന്നെയാണ് ഉണ്ടാകുന്നത്. രോഹിണി നക്ഷത്രം ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ചന്ദ്രദശയിൽ ജനിക്കുമ്പോൾ അമ്മയ്ക്ക് നല്ലത് വളരെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവാം. രോഹിണി നക്ഷത്രത്തിനാണെങ്കിൽ ഒരു പ്രായപരിധിക്ക് അനുസരിച്ച് വേണം പറയാനായിട്ട്. ചന്ദ്രൻ കഴിഞ്ഞ ചൊവ്വ, അത് കഴിഞ്ഞ രാഹു വരുന്നത്. യുവത്വം വരുമ്പോഴേക്ക് രാഹുദശ വരും. ആ സമയത്താണ് വിവാഹ കാര്യങ്ങളൊക്കെ വരുന്നത്. ആ തടസ്സങ്ങളും കാര്യങ്ങളും നിൽക്കാനായിട്ട് സർപ്പക്ഷേത്രത്തിൽ, നാഗക്ഷേത്രത്തിൽ സർപ്പബലി കഴിച്ചാൽ ആ തടസ്സങ്ങളൊക്കെ മാറും. രോഹിണിക്കും അതുപോലെ തന്നെ 2-ലാണ് വ്യാഴം. നല്ലതാണിപ്പോൾ. കാർത്തിക അവസാനം രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക് 2-ൽ വ്യാഴം നല്ലതാണ്. 11 ശനി നല്ലതാണ്. കർമ്മത്തിൽ രാഹു, അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ 2026 മെയ് തുടങ്ങി ഇതിന് മാറ്റം വരും. മേടം രാശിക്കാർക്ക് 4-ൽ വ്യാഴം വരും. ഇടവൻ രാശിക്കാർക്ക്, അതായത് കാർത്തിക അവസാനം രോഹിണി, മകീരം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം വരുന്നത് 3-ലാണ്. 3-ൽ വ്യാഴം നല്ലതല്ല, മുറവിളി കൂട്ടുന്നവണ്. അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് കൃഷ്ണനെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം, ശ്രീകൃഷ്ണ ഭഗവാനെ ദർശനം ചെയ്യാം, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, തുളസിമാല ചാർത്തുക, പക്കപ്പിറന്നാൾ തോറും ഭഗവാനെ പാൽപ്പായസം കഴിക്കുക. ഇതെല്ലാം ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അടുത്ത രാശിയാണ് മകീരം നക്ഷത്രം. ആദ്യ ഭാഗം ഇത് തന്നെയാണ്. മകീരം നക്ഷത്രം ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. ചൊവ്വാദശയിൽ ജനിക്കുമ്പോൾ ചൊവ്വ നിൽക്കുന്ന സ്ഥാനം പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ. എങ്കിലും ബാലാരിഷ്ടകൾ ഉണ്ടായിരിക്കാം കുട്ടികൾക്ക്. ബാലാരിഷ്ടകൾ ഉണ്ടാവും. ഈ ബാലാരിഷ്ടകൾക്ക് നമ്മൾ പരിഹാരം ഭദ്രകാളി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ വഴിപാടുകൾ ചെയ്യിച്ചാൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പക്കപ്പിറന്നാൾ തോറും അഭിഷേകം നടത്തുക, ഭദ്രകാളിക്ക് പക്കപ്പിറന്നാൾ തോറും ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുക. ഇതെല്ലാം ചെയ്ത കുട്ടികൾക്ക് ആ ദോഷം മാറും. പിന്നെ ഓരോ പ്രായം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചൊവ്വ കഴിഞ്ഞ അടുത്ത് തന്നെ രാഹു. വിദ്യാഭ്യാസ കാലത്തൊക്കെ രാഹുദശയാണ് വരുന്നത്. ഈ രാഹുദശ കാലത്ത് സർപ്പബലി കഴിക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അടുത്ത് വരുന്ന നക്ഷത്രമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മകീരം അവസാനം, തിരുവാതിര, പുണർദം ആദ്യം.
മകയിരം നക്ഷത്രക്കാർക്ക് നല്ലതാണ്. ഇപ്പോൾ വ്യാഴം അനുകൂലമാണ്. ഇനി 2-ൽ വ്യാഴം വന്നാൽ നല്ലതാണ്. ഇടവക്കൂറിൽ മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് നല്ല കാലമാണ്, സമയം നല്ലതാണ്. പിന്നെ കർമ്മത്തിന് ബന്ധനങ്ങൾ വരാം, കാരണം അണ്ടക്ക ശനിയാണ്, 10-ലാണ് ശനിയുള്ളത്. അപ്പോൾ ആ കർമ്മങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരാം, പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മഹാദേവനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശനിയാഴ്ച തോറും ഹനുമാൻ സ്വാമിക്ക് ദർശനം നടത്തുകയും കുങ്കുമം സമർപ്പിക്കുകയും തേങ്ങ വയ്ക്കുകയൊക്കെ ചെയ്ത് വഴിപാട് കഴിക്കുകയൊക്കെ ചെയ്താൽ മാറ്റങ്ങൾ വരും. ഏറ്റവും സിമ്പിളായിട്ട് വെറ്റിലമാല ചാർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കർമ്മ തടസ്സങ്ങൾക്ക് മാറ്റം വരുന്നതാണ്. 2-ൽ വ്യാഴമുള്ളത് കൊണ്ട്, 2-ൽ വ്യാഴം വരുന്നതുകൊണ്ട്, മെയ് തുടങ്ങി 2-ൽ വ്യാഴം, ഇപ്പോൾ ജന്മത്തിൽ വ്യാഴമാണ്. ആ വ്യാഴം വരുന്നതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ കർമ്മപരമായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ മനസ്സിന് ബുദ്ധിമുട്ടാവും. അടുത്താണ് തിരുവാതിര നക്ഷത്രം. മഹാദേവൻ്റെ നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തിരുവാതിര നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ വ്യാഴം അല്ലെങ്കിൽ മെയ് തുടങ്ങി 2-ൽ വ്യാഴം വരും. അത് വളരെ നല്ലതാണ്. പക്ഷേ കർമ്മബന്ധനം വരുന്നുണ്ട്. ശനി കർമ്മത്തിൽ വരുന്നതുകൊണ്ട്, 10-ാം ഭാവത്ത് ശനി വരുന്നതുകൊണ്ട് അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ശനിപ്പിഴ മാറ്റാനായിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ അവനവൻ്റെ നക്ഷത്രം വരുമ്പോൾ തേൻ ധാര കഴിക്കുകയോ എണ്ണാഭിഷേകം ചെയ്യുകയോ, അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ശംഖാഭിഷേകം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാവുന്നതാണ്. കർമ്മത്തിൽ മാത്രം ശനിയില്ല, പാദങ്ങൾക്ക് വേദന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത പുണർദ നക്ഷത്രം. പുണർദ നക്ഷത്രം ജനിക്കുന്നത് വ്യാഴദശയിലാണ്. വളരെ നല്ലതാണ് വ്യാഴദശ ജനിക്കുന്നത്. വ്യാഴദശ ജനിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ വലിയ ദശകളായതുകൊണ്ട് കേതുവൊക്കെ വരുമ്പോഴേക്കും ഒരു പ്രായം കഴിയും. അത് വിവാഹമൊക്കെ കഴിഞ്ഞ സമയമായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണോ ജനിക്കുന്നത്, എപ്പോഴാണോ ജനിക്കുന്നത്, അതനുസരിച്ചാണ് എത്ര ശിഷ്ടദശയുണ്ടോ അതിനോട് കണക്ക് കൂട്ടിയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പുണർദ നക്ഷത്രക്കാർക്ക് സംബന്ധിച്ചാണെങ്കിലും വ്യാഴം അനുകൂലമാണ്. വ്യാഴം മെയ് മിഥുനം രാശിയിൽപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാർക്ക് വ്യാഴം കൂടെ തന്നെ ഉണ്ട്. അത് കാരണം വളരെ നല്ലതാണ്. ഇവർക്ക് കണ്ടകശനിയാണ്, അതിന് വഴിപാടുകളൊക്കെ ചെയ്താൽ മാറ്റം വരുന്നതാണ്. അടുത്തതാണ് കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് പുണർദ അവസാനം, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ നല്ല സമയമാണ്. വ്യാഴം 12-ലാണ്. ഇനി ജന്മത്തിലേക്ക് വ്യാഴം വന്നാൽ നല്ലതാണ്. ശനി 9-ൽ ശനിയാണ്. വളരെ നല്ലതാണ്. 9 ശനി എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവികമായിട്ടും ഭക്തിമാർഗം, തീർത്ഥാടനങ്ങൾ, നാമജപം ഇതിനൊക്കെ നല്ലതാണ്. ഈ പുണർദ നക്ഷത്രക്കാർ തന്നെ പറയുകയാണെങ്കിൽ വ്യാഴദശയിലാണ് ജനനം. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. പിന്നെ അവർക്കൊരു പരിധി കഴിയുമ്പോൾ, അതൊരു മധ്യവയസ്സൊക്കെ ആകുമ്പോഴാണ് അവർക്ക് കേതുവൊക്കെ വരുന്നത്. അപ്പോൾ ഒരു 7 കൊല്ലത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും പറയാനായിട്ട്. ഗോചരാൽ പറഞ്ഞാലും ദശാപഹാര ചിത്രങ്ങൾ എന്താണോ ഉള്ളത് അതനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അടുത്തതാണ് പൂയ നക്ഷത്രം. പൂയ നക്ഷത്രക്കാർ ജനിക്കുന്നതിന് ശനിദശയിലാണ്. ശനി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആളെന്നല്ല. ശനി നല്ല സ്ഥാനത്താണെങ്കിലും ധാരാളം വാരിത്തരും. നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ശനിദശ എന്ന് പറയുമ്പോൾ ബാലാരിഷ്ടകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. വാശിയൊക്കെ ഉണ്ടാവും. ഈ കുട്ടികൾക്ക് പരിഹാരമായിട്ട് മഹാദേവന് കറുകുഹോമം ചെയ്യാം. 28 കഴിയുമ്പോൾ കറുഹോമം ചെയ്യാൻ പറ്റും. ശനിദശ കുട്ടികൾക്ക് അസുഖം വന്ന മാതാപിതാക്കൾ കഷ്ടപ്പെടാണ്, ബുദ്ധിമുട്ടാണ്. മാതാപിതാക്കളും അതിൻ്റെ അമ്മമ്മമാരും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ശിവക്ഷേത്രത്തിൽ കറുകഹോമം ചെയ്താൽ മതി. പക്കപ്പിറന്നാളത്തോളം കറുകഹോമം ചെയ്താൽ മതി. ശനിദശ മാറും. ശനിദശയിൽ അതുപോലെ ഈ കുഞ്ഞുങ്ങൾ ഓരോ പ്രായം അനുസരിച്ചും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അടുത്ത അവർക്ക് വ്യാഴമൊക്കെ നല്ലതാണ്, ശനി നല്ലതാണ്. ഇനി അടുത്ത വരുന്ന നക്ഷത്രമാണ് ആയില്യം. ആയില്യം നക്ഷത്രത്തിന് ജനനം തന്നെ ബുധദശയിലാണ്. ബുധൻ്റെ നിൽപ്പ് പോലെയിരിക്കും കാര്യങ്ങളെല്ലാം. ബുധദശയിൽ ജനിക്കുമ്പോൾ നല്ല രീതിയിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ബാലാരിഷ്ടകളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആയില്യത്തിന്. എല്ലാ ആയില്യം നക്ഷത്രങ്ങളും പേടിക്കേണ്ട. ആൾക്കാർ പറയും ആയില്യം കണ്ടാൽ കണ്ടുപറ്റും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓരോ ആയില്യത്തിലാണ് ഗണ്ണാന്തത്തിൽ വരുന്ന ആയില്യത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ. ആയില്യം ഗണ്ണാന്തത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ദോഷങ്ങളൊക്കെ ഉണ്ട്, അതിന് പരിഹാരങ്ങളും ഉണ്ട്. അപ്പോൾ ആയില്യം നക്ഷത്രം സർപ്പത്തിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ സർപ്പക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, സർപ്പക്ഷേത്രത്തെ പ്രീതിപ്പെടുത്തുക, നാഗദേവതയെ പ്രീതിപ്പെടുത്തുക, ഇതെല്ലാം ചെയ്താൽ സർപ്പദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. എല്ലാ ആയില്യക്കാർക്കും സർപ്പദോഷമൊന്നും ഉണ്ടാവില്ല. നാഗദേവതകളെ പ്രസാദിച്ചവർക്കും ആയില്യം നക്ഷത്രത്തിൽ കുട്ടികളുണ്ടാവും. അത് വളരെ നല്ലതാണ്. ആയില്യം നക്ഷത്രത്തിലും അതുപോലെ തന്നെ വളരെ ആയില്യം നക്ഷത്രത്തിലും മനഃശാന്തിയുള്ള പൂയം, ആയില്യം, പുണർദവസാനമൊക്കെ ഒരു ശാന്തത, ചന്ദ്രൻ്റെ ക്ഷേത്രമാണ്. ഒരു ശാന്തതയുള്ള ആൾക്കാരായിരിക്കും പ്രത്യേകിച്ചും. അത് പൊതു ബലമാണ്. ഓരോരുത്തർ ജനിക്കുന്നതും അവരെ ലഗ്നം നോക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തർ സ്വഭാവത്തെപ്പറ്റി പറയാൻ പറ്റുന്നത്. ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ രാശിയാണ്. അതിൽ ജനിക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേക പ്രൗഢിയുള്ള ക്ഷത്രിയത്വമുള്ളൊരു രാശിയാണ് ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം
ഉത്രം ആദ്യപാദം. മകം നക്ഷത്രം പിടിവാശിക്കാരാണ്. പൊതുവേ മകം നക്ഷത്രം പിടിവാശിക്കാരാണ്. മകർ നക്ഷത്രം എന്ന സ്ത്രീ നക്ഷത്രം ഒന്നുമല്ല, പുരുഷ നക്ഷത്രമാണ്. ചൊറ്റാനിക്കരമ്മ വില്യമംഗൽവാർക്ക് സ്വാമിക്ക് ദർശനം കൊടുത്താണ് മകം നക്ഷത്രത്തിൽ നാളെ കുംഭമാസത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. അതുകൊണ്ടാണ് മകം നക്ഷത്രം മകം പിറന്ന മങ്ക എന്ന് പറയുന്നത്. ശരിക്കും മകം പുരുഷ നക്ഷത്രം തന്നെയാണ്, സ്ത്രീ നക്ഷത്രമൊന്നുമല്ല. മകർ നക്ഷത്രക്കാർക്ക് പിടിവാശിയിൽ സത്യസന്ധരായിരിക്കും. അവർ വളരെ സത്യസന്ധരും കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം മകർ നക്ഷത്രക്കാർക്ക് പറയുകയാണെങ്കിൽ വ്യാഴം ഇപ്പോൾ അനുകൂലമാണ്. മെയ് തുടങ്ങി വ്യാഴം ഒരു വർഷത്തേക്ക് പ്രതികൂലമായിട്ടാണ് വരുന്നത്. അവൾ എന്താ ചെയ്യേണ്ടത്? വ്യാഴാഴ്ചോറും വിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കും, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കും, തുളസിമാല ചാർത്തുക, നെയ്വിളക്ക് കത്തിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുന്നതാണ്. അതുപോലെ മകർ നക്ഷത്രക്കാർ ജനിക്കും കേതുദശയിലാണ്. അസുഖങ്ങളും ബാലാരിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയൊക്കെ വരുന്നത്. ദശാപകാര ചിത്രങ്ങൾ നോക്കിയിട്ട് ഏത് നക്ഷത്രത്തെ പറ്റി നമുക്ക് പറയാൻ പാടുള്ളൂ. അടുത്തതാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം ശുക്രൻ ആണ് പൂരം നക്ഷത്രത്തിൻ്റെ ദശാധിപതി. പൂരം നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൂരം നക്ഷത്രം പുരുഷ നക്ഷത്രമല്ല. പൂരം പറഞ്ഞ പുരുഷൻ എന്ന് പറയുമെങ്കിലും സ്ത്രീ നക്ഷത്രം തന്നെയാണ്. അപ്പോൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പ്രൗഢിയുള്ളവരും വളരെ സ്വാഭാവികമായിട്ടും ക്ഷമയൊക്കെ ഉള്ളവരായിരിക്കും സാധാരണ പൂരം നക്ഷത്രക്കാരും. ആ നക്ഷത്രക്കാർ ജനിക്കുന്ന ലഗ്നം ഏതാണോ, മേടൻ ലഗ്നത്തിൻ്റെ ദേഷ്യക്കാരും ഇടവ ലഗ്നത്തിൽ ശാന്തരും, അങ്ങനെ ഓരോ ലഗ്നത്തിനനുസരിച്ചാണ് അവർക്ക് നമുക്ക് ഫലം പറയാൻ. അതായത് ദ്രേക്കാണം, ഹോര ദ്രേക്കാണം അതൊക്കെ നോക്കിയിട്ടാണ് ഓരോരുത്തർ ക്യാരക്ടറെ പറ്റി സ്വഭാവത്തെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത നക്ഷത്രമാണ് ഉത്രം അയ്യപ്പസ്വാമിയുടെ നക്ഷത്രം. ഉത്രം നക്ഷത്രം ജനിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ആദ്യത്തെ ദശയിലാണ് ജനനം. പിതാവിന് ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് പിതാവിൻ്റെ പേരിൽ എപ്പോഴും ശംഖാഭിഷേകവും ഒക്കെ ചെയ്യേണ്ടതാണ്. പിതാവിൻ്റെ സമയം കൂടി നമ്മൾ ദശാപഹാര ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട്. ബാലാരിഷ്ടതയ്ക്ക് പരിഹാരമായിട്ട് കർഹോമം ചെയ്യുക ശിവക്ഷേത്രത്തിൽ. അടുത്ത രാശിയാണ് കന്നിരാശി. ചിങ്ങരാശിയിൽ ഉത്തരനക്ഷത്രക്കാരും കന്നിരാശിയിൽ ഉത്തരനക്ഷത്രം വളരെ വ്യത്യാസമുണ്ട്. ചിങ്ങരാശിയിൽ പ്രൗഢിയും ദേഷ്യമുള്ളവരായിരിക്കും. പക്ഷേ കന്നിരാശിയിൽ പക്ഷേ ദേഷ്യത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, ക്ഷേത്രം, ഹോര, ദ്രേക്കാട് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പറയാനായിട്ട്. കന്നിരാശിയിലുള്ള ഉത്രം അവസാന ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾ കന്നിരാശി ജനിക്കുന്ന ഉത്രം ലക്ഷ്മി ദേവിയിലാണെന്നാണ് പറയുന്നത്. കന്നി ജനിക്കുന്നത് ഉത്രത്തിൽ മുക്കാൽ ജനിച്ചാൽ എവിടെ ഇരുന്നാലും ധനം എന്നാണ്. അത്രത്തോളം വളരെയധികം നല്ല ഒരു നക്ഷത്രമാണ് ഈ കന്നിയിൽ ജനിച്ചാൽ ഉത്രം. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും, ആൺകുട്ടികൾക്ക് ചിങ്ങരാശിയിൽ ജനിച്ചാൽ. ഉത്രം അവസാനം അത്തം ചിത്തിര ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യം തന്നെ ആദ്യത്തെ ദിശയാണ്, പിന്നെ ചന്ദ്രദിശ അങ്ങനെ വരും. ഇനി അടുത്ത അത്തം നക്ഷത്രം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ചന്ദ്രനാണ് ദശാനാഥൻ. ചന്ദ്രൻ ദശാനാഥനായതുകൊണ്ട് സൗമ്യരായിരിക്കും. മിക്കവാറും അത്തം നക്ഷത്രക്കാർ സൗമ്യരായിരിക്കും. എങ്കിലും അവരുടെ ക്ഷേത്രം, ഹോര, ദ്രേക്കാടം നോക്കിയിട്ട് വേണം നമുക്ക് ഫലങ്ങൾ പ്രവചിക്കാനായിട്ട്. അടുത്ത നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രത്തിൻ്റെ നാഥൻ ചൊവ്വയാണ്, ഭദ്രകാളി ചൊവ്വ. അപ്പോൾ ഈ ചൊവ്വ നക്ഷത്രം ചിത്തിര കന്നിരാശിയിൽ ജനിക്കുകയാണെങ്കിൽ, ആദ്യ പാതിയിൽ ജനിക്കുകയാണെങ്കിൽ അത് ഭദ്രകാളിയും രണ്ടാമത്തെ പാതിയിൽ സുബ്രഹ്മണ്യനുമാണ് നാഥന്മാർ വരുന്നത്. അപ്പോൾ ഈ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയും പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുക, അഭിഷേകങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷങ്ങൾക്ക് ബാലാരിഷ്ടകൾക്കൊരു ശമനമുണ്ടാവും. ചിത്ര നക്ഷത്രക്കാരും അതുപോലെ തന്നെ തുടക്കത്തിൽ ചൊവ്വാദശയാണ്, പിന്നെ രാഹുദശയ. വിദ്യാഭ്യാസ കാലം വരുമ്പോഴൊക്കെ രാഹുദശയായിരിക്കും. ഈ രാഹുദശയിൽ സർപ്പബലി കഴിച്ച് നമ്മളതിൻ്റെ പരിഹാരങ്ങൾ തേടി കുട്ടികൾക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങളും ബുദ്ധിമുട്ട് വരാതെ നമ്മൾ ദശാപഹാരങ്ങൾ നോക്കി കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത രാശിയാണ് തുലാം രാശിപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖം, ആദ്യപാദം. ഈ കന്നിക്കൂറിലെ ചിത്തിരയേക്കാളും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും തുലാക്കൂറിലെ ചിത്രക്കാർക്ക്. കാരണം കന്നിക്കൂർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റായ വളരെ ശാന്തമായിരിക്കും. തുലാക്കൂറിലെ ചിത്ര എന്ന് പറയുമ്പോൾ ഇത്തിരി പുരുഷ നക്ഷത്രമായിരിക്കും. പുരുഷൻ അതായത് ചൊവ്വ ഇത്തിരി ഗാംഭീര്യമുള്ള ആൾക്കാരായിരിക്കും. ഈ ചിത്ര നക്ഷത്രക്കാർ ചൊവ്വയിലാണ് തുടക്കം, ചൊവ്വാദശയിലാണ്. ചൊവ്വാദശയിൽ എന്ന് പറയുമ്പോൾ ബാലാരിഷ്ടകളൊക്കെ ഉണ്ടാവും. അതിന് സുബ്രഹ്മണ്യ സ്വാമിക്ക്, ഭദ്രകാളിക്ക് വഴിപാടുകൾ ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാവും. ബാലാരിഷ്ടത മാറാൻ എപ്പോഴും മഹാദേവനെ കർഹോമം ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അടുത്തതാണ് ചോതി നക്ഷത്രം. ചിത്ര നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം നല്ലതാണ്, വളരെ നല്ലതാണ്. ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല കാലമാണ്. അവർക്ക് രാഹുലാണ് ജനനം. ബാലാരിഷ്ടകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ത്വക്ക് രോഗങ്ങൾ, കരപ്പൻ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പരിഹാരമായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ ചെയ്യാം. മഹാദേവന് കർഹോമം ചെയ്യാം മതി.
ചോതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുകൂലമായ സമയമാണ് ഇപ്പോൾ വരുന്നത് ഈ 2026. വിശാഖം ആദ്യപാദം നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലതാണ്. വിശാഖ നക്ഷത്രക്കാർ തുടങ്ങുന്നത് തന്നെ വ്യാഴദശയിലാണ് തുടങ്ങുന്നത്. അത് വലിയ ഇതിലാണ് പോകും. അടുത്തതായിട്ട് വരുന്നതാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട. ഈ രാശി എന്ന് പറഞ്ഞാൽ ഒരു ഗോപി രാശിയാണ്, നിക്കുട രാശി എന്നാണ് പറയണത്. കാരണം അവർ അങ്ങനെ എല്ലാം സഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പം വിശാഖ നക്ഷത്രം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ വ്യാഴദശിയാണ്. ബാലാഴ്ചകളൊക്കെ കുറവായിരിക്കും, വളരെ കുഴപ്പമില്ല. ഇപ്പോൾ ഇനി വരുന്ന കാലങ്ങളും അവർക്ക് 2026 മെയ് തുടങ്ങി അവർക്കും നല്ല കാലങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്, വലിയ പ്രശ്നമില്ല. അനിഴ നക്ഷത്രക്കാർക്കും വളരെ നല്ല കാരണം. അനിഴ നക്ഷത്രം ജനിക്കുന്ന ശനിദശയിലാണ്. ബാലാഴ്ചകളുണ്ടാവാം. ശനിദശയ്ക്ക് പരിഹാരമായിട്ട്, ശനിദശയ്ക്ക് എന്നാൽ ബാലാഴ്ച പരിഹാരമായിട്ട് മഹാദേവന് കറുകഹോമം ചെയ്യുക, ബാലാഴ്ച മാറാനായിട്ട്. ദശാപകാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം അവരുടെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറയാനായിട്ട്. അടുത്ത നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കും അനുകൂലം നല്ല സമയമാണ്. തൃക്കേട്ട നക്ഷത്രം ജനിക്കുന്ന ബുധദശയിലാണ്. വാർദ്ധക്യത്തിൽ അവർക്ക് രാഹുദശയാകുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപ്പോൾ എപ്പോഴും നമ്മൾ നാഗത്തിനെ പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ദശാനാഥനായിരിക്കുന്നത് ബുധനാണ്, വ്യാഴമാണ്. അപ്പോൾ ബുധനാണ്, വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണ്. ബുധൻ എന്ന് പറയുമ്പോൾ അവതാര വിഷ്ണുവാണ്. അവരെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ വ്യാഴം നല്ലതാണ്, ശനി നല്ലതാണ്, വലിയ പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ചില്ല. അടുത്ത രാശിയാണ് ധനുരാശി. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. മൂലം നക്ഷത്രക്കാർക്ക് കേതുദശയില ജനനം, ബാലാരിഷ്ടകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഹാദേവ ക്ഷേത്രത്തിൽ കർഗഹോമം ചെയ്യാം, ഗണപതിക്ക് വഴിപാടുകൾ കഴിക്കാം. ഇതെല്ലാം ചെയ്താൽ മാറ്റങ്ങൾ വരാം. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടുത്ത നക്ഷത്രമാണ് ഈ മൂല നക്ഷത്രത്തിലും മെയ് മാസം തുടങ്ങി 2026 മെയ് മാസം തുടങ്ങി കുറച്ച് നന്മകൾ വരുന്നുണ്ട്. വ്യാഴം അനുകൂലമായിട്ട് വരുന്നുണ്ട്. വ്യാഴം അനുകൂലമല്ല. ഇപ്പോൾ വ്യാഴം അനുകൂലമാണ്. 2026 മെയ് ഒരു അനുകൂലമല്ല. ആ അനുകൂലം ഇപ്പോൾ കണ്ടകശനിയുണ്ട്, പക്ഷെ വ്യാഴം അനുകൂലം, ധനത്തിന് ബുദ്ധിമുട്ടില്ല. 2026 മെയ് തുടങ്ങി വ്യാഴം അനുകൂലമല്ല. വ്യാഴം അനുകൂലമല്ലാത്തതുകൊണ്ട് അവർ വ്യാഴത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താം, ഗുരുവായൂർ അമ്പലത്തിൽ പോവുക, അമ്പലപ്പുഴ പോവുക. അതുപോലെ തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ അവിടെയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുക. ഇങ്ങനെ കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും വ്യാഴാഴ്ച തോറും പോയി തുളസിമാല ദൈവളക്കൊക്കെ ചെയ്താൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നതാണ്. പൂരാടം നക്ഷത്രം എന്ന് പറയുമ്പോൾ അവരും ശുക്രദശയിലെ ജനനം. പാല് ശുക്രനാണ്, മാതാപിതാക്കൾക്ക് നല്ലതായിരിക്കും. ഇവർക്കും ഇതുപോലെ തന്നെ വ്യാഴം മെയ് തുടങ്ങി അനുകൂലമല്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ദർശനം, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതെല്ലാം ചെയ്താൽ വളരെയധികം നന്നായിരിക്കും. ദശാപകാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം എല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അടുത്തതാണ് ഉത്രാടം ആദ്യം എന്ന് പറയുമ്പോൾ ആദിത്യദശയിലെ ജനനം. ആദിത്യദശ ജനിക്കുന്നതുകൊണ്ട് പിതാവിന് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ പിതാവിൻ്റെ പേരിൽ ശംഖാഭിഷേകവും മൃത്യുഹോമമൊക്കെ ചെയ്താൽ നന്നായിരിക്കും. പിതാവിൻ്റെ ജാതകം പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യണം. ബാലാരിഷ്ടത ഉണ്ടായിരിക്കും. മൂലനക്ഷത്രക്കാർക്കും ഈ 2026 മെയ് തുടങ്ങി ഉത്രാട നക്ഷത്രക്കാർക്ക് ആദ്യപാദിക്കാർക്ക് ഈ മെയ് 26 കുറച്ച് സമയം മോശമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ദർശനം ഇതെല്ലാം ചെയ്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. അല്ലെങ്കിൽ നാരായണായ മേ വാസുദേവായ മേ തന്നോ വിഷ്ണു പ്രചോദയാൽ ഇതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ നല്ല മാറ്റങ്ങൾ വരും. അടുത്തതായിട്ട് വരുന്നതാണ് മകരൻ രാശിക്കാർക്ക് മെയ് 2026 മെയ് തുടങ്ങി നല്ല സമയമാണ്. വ്യാഴം അനുകൂലമായിട്ട് വരികയാണ്. അവർക്ക് ഏഴശനിയൊക്കെ കഴിഞ്ഞ് വ്യാഴം അനുകൂലമായിട്ട് വരികയാണ്. 2ൽ രാഹുവാണ്. അപ്പോൾ ചിലവുകൾ കുറച്ച് കൂടുന്നുണ്ട്. വിചാരിക്കാത്ത ചിലവുകൾ വരാം. വിചാരിക്കാതെ ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? വളരെയധികം ശ്രദ്ധയോടുകൂടി വരവ് ചിലവുകൾ എഴുതി ചെയ്യുക. മെയ് വരെ വരവ് ചിലവുകൾ എഴുതി ചെയ്യുക. വരവ് അത്യാവശ്യങ്ങൾ ചെയ്യുക, അനാവശ്യം ചിലവാക്കാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഇത്തിരി വാഴ്ചെലവുകൾ വരുന്ന സമയമാണിപ്പോൾ. 2ൽ രാഹുവാണ്. അതുകൊണ്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് ചന്ദ്രദശയിലാണ് ജനനം. ചന്ദ്രദശയിൽ ജനിക്കുമ്പോൾ തന്നെ വലിയ പ്രശ്നമില്ല. ചന്ദ്രനൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല.
അവർക്ക് ഇപ്പോൾ മെയ് തുടങ്ങി വ്യാഴം അനുകൂലമാണ്, നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ മെയ് വരെ ഇത്തിരി ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോവുക. അടുത്താണ് അവിട്ട നക്ഷത്രക്കാർ. അവിട്ട നക്ഷത്രക്കാർ ദശാനാഥനാണ് ചൊവ്വ. ബാലാഴ്ചകളുണ്ടാവും. ആ ബാലാഴ്ചകൾക്ക് പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ കർഹോമം ചെയ്യുക, ഭദ്രകാളിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും അഭിഷേകങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുന്നതാണ്. അവർക്കും ഇപ്പോൾ മെയ് 2026 മെയ് തുടങ്ങി നല്ല സമയമാണ്. അടുത്തൊരു നക്ഷത്രമാണ് ചതയം. ചതയം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ്. രാഹു കൂടെയുണ്ട്. 7 ശനിയാണ് എങ്കിലും വ്യാഴം അനുകൂലമാണ്. ഇനി വ്യാഴം പ്രതികൂലമായിട്ട് വരും. 2026 മെയ് തുടങ്ങി സമയം മോശമാണ്. കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽപ്പായസം നടത്തുക, ഭഗവാനെ തൊഴുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഓം നമോ നാരായണ ജപിക്കുക, നാരായണ വിഷ്ണു ഗായത്രി ജപിക്കുന്നത് ചെയ്ത് കഴിയുമ്പോൾ മാറ്റം വരും. അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത എന്നൊക്കെ ചെയ്യാം, നല്ലതാണ്. അടുത്ത നക്ഷത്രമാണ് പുരൂരുട്ടാതി നക്ഷത്രം. പുരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സമയം നല്ലതാണ്. അവരുടെ ദശാനാഥൻ വ്യാഴമാണ്. അപ്പോൾ ബാലാർത്ഥത്തേക്ക് വലിയ ബാല്യകാലമൊക്കെ തർക്കമില്ലായിരിക്കും, നന്നായിരിക്കും. അത് വ്യാഴത്തിന് നിൽപ്പ് നോക്കിയിട്ട് വേണം പറയാനായിട്ട്, വ്യാഴം എവിടെ നിൽക്കുന്നു അനുസരിച്ച് വേണം പറയാനായിട്ടും. ഇവർക്കിപ്പോൾ നല്ല സമയമാണ്. 2026 മെയ് തുടങ്ങി സമയം മോശമാണ്. അപ്പോൾ ഈ മഹാവിഷ്ണുവിനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉപാസിക്കുക, പ്രാർത്ഥിക്കാം, ഭഗവാന് നാരായണീയം വായിക്കുക. ഇതൊക്കെ ചെയ്താൽ വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർക്ക് നാരായണീയം വായിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വാദസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വേദനകൾ മാറാനായിട്ട് നാരായണീയം വായിക്കണമെങ്കിൽ നല്ലത്. നാരായണം ജപിക്കുക, നാരായണത്തിൽ അധ്യായങ്ങൾ വായിക്കുക, അതൊക്കെ വളരെ നന്നായിരിക്കും. അത് പ്രായാധിക്യമനുസരിച്ച്, പ്രായഭേദമനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. പ്രായമുള്ളവർക്കാണെങ്കിൽ, ചെറുപ്പക്കാർക്കാണെങ്കിൽ അതിനനുസരിച്ച് കൃഷ്ണൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദൈവവിളക്ക് കത്തിക്കുക, അതൊക്കെ ചെയ്താൽ മതി. ഇനി അടുത്ത രാശിയാണ് മീനൻ രാശി. മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് പൂരുരുട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി. ഈ പൂരുരുട്ടാതി അവസാനം ഭാഗത്ത് ജന്മശനിയാണ്. അസുഖങ്ങൾ, കാലുവേദന ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വ്യാഴമൊക്കെ അനുകൂല, ഇനി വരാൻ പോകുന്നതും വ്യാഴം അനുകൂല. പക്ഷേ വേദനകളൊക്കെ ഒരുപാടുണ്ടാവും, കാരണം ജന്മശനി ആയതുകൊണ്ട്. ജന്മശനിയാണെങ്കിൽ കുട്ടികൾക്ക് ആണെങ്കിൽ വിദ്യാഭ്യാസ തടസ്സം, മധ്യവയസ്കർക്കാണെങ്കിൽ ജോലി തടസ്സങ്ങൾ, പ്രായമുള്ളവർക്കാണെങ്കിൽ വീഴ്ചകൾ, രോഗങ്ങൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, 3 മാസം കൂടുമ്പോൾ തേൻ ധാര, ഇതൊക്കെ ചെയ്താൽ മാറ്റങ്ങൾ വരുന്നതാണ്. അടുത്ത ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം ജനിക്കുന്നതാണ് ശനിദശയിലാണ്. ശനിദശയിൽ ബാലാരിഷ്ട ഉണ്ടായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിന് ഇപ്പോൾ വ്യാഴം അനുകൂലമാണ്. ഇനി വരുന്ന അനുകൂലമാണ്, പക്ഷേ ജന്മശനിയാണ്. രോഗ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, ഇതൊക്കെ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാനി കഴിക്കുക, ദശാപഹാര ചിത്രങ്ങൾ അനുഷ്ഠിച്ചും വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്ത രേവതി. രേവതി നക്ഷത്രക്കാരുടെ ജന്മദശാകാലം എന്ന് പറയുമ്പോൾ അത് ബുധദശയിലെ ജന്മം. ബുധദശ ജനിക്കുന്നു. ഇപ്പോൾ അവർക്ക് വ്യാഴം അനുകൂലമാണ്, ഇനിയും അനുകൂലം. പക്ഷേ ശനി ജന്മശനിയാണ്. ജന്മശനി ആയതുകൊണ്ട് അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ തടസ്സം വരാം, വിദ്യാഭ്യാസ തടസ്സം വരാം. എല്ലാത്തിനും പരിഹാരമായിട്ട് മഹാദേവ ക്ഷേത്ര ദർശനം, മഹാദേവനെ ഭജിക്കുക, ശംഖാഭിഷേകം ചെയ്യുക, ശനിയാഴ്ച തോറും ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ എല്ലാം. ഇതാണ് പൊതുവേ ഈ 27 നക്ഷത്രക്കാർക്കും ഈ 26 ബലങ്ങൾ. നന്ദി, നമസ്കാരം.